എനിക്കൊന്നും കേൾക്കാനില്ല. അപ്പോട്ടൻ മുന്നിൽ നിന്ന് മാറ്. ഉള്ളിൽ തോന്നിയ ഭയം മറച്ചു വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോട്ടനെ അവഗണിച്ച് വശത്തുകൂടി പോവാൻ ഞാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ വീണ്ടും എൻ്റെ മുന്നിലേക്ക് കയറി തടസ്സം സൃഷ്ടിച്ചു. എനിക്ക് സംസാരിക്കണം പാറു. ഒരുപാടായി ഞാൻ ശ്രമിക്കുന്നു. ഞാൻ എന്ത് ചെയ്തിട്ടാ പാറു? അപ്പോട്ടൻ സംസാരിക്കാൻ തുടങ്ങി. ഉള്ളിലെ ഭയം ദേഷ്യത്തിന് വഴിമാറി തുടങ്ങിയിരുന്നു. എന്ത് ചെയ്തിട്ടാണെന്ന് അപ്പോട്ടന് ഇതുവരെ മനസ്സിലായില്ലേ? ഉള്ളിൽ നുരഞ്ഞു പൊങ്ങിയ ദേഷ്യത്തെ നിയന്ത്രിച്ചുകൊണ്ട് ശബ്ദമടക്കി ഞാൻ തിരികെ ചോദിച്ചു. അതങ്ങനല്ല പാറു, തെറ്റ് ചെയ്തു. നിന്നെ വിശ്വസിച്ചില്ല. സംഭവിച്ചതെന്താണെന്ന് ചോദിക്കാനുള്ള മനസ്സ് പോലും കാണിച്ചില്ല. തെറ്റാണ്, എന്നോട് ക്ഷമിച്ചുകൂടെ? അപ്പോട്ടൻ മുന്നിൽ നിന്നും ഇത്രയും പറഞ്ഞപ്പോൾ പുച്ഛം കലർന്ന ഒരു ചിരി മാത്രമാണ് എനിക്ക് തിരികെ നൽകാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോട്ടൻ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ മുന്നിൽ നിന്ന് മാറൂ. വീണ്ടും അവഗണിച്ചുകൊണ്ട് ഞാൻ പോകാൻ തുനിഞ്ഞപ്പോഴും എനിക്ക് തടസ്സം സൃഷ്ടിച്ചു തന്നെ നിന്നു. പാറു, നിന്നെ വിശ്വസിച്ചില്ലെന്നത് ഞാൻ ചെയ്ത തെറ്റാണ്. മറ്റൊരാളാണ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നതെങ്കിലും തീർച്ചയായും ഞാൻ ഒന്നും വിശ്വസിക്കില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയും തന്നെ പറയുമ്പോൾ എനിക്ക് ആ സമയം എന്താണ് എൻ്റെ മാനസികാവസ്ഥ എന്നെനിക്ക് തന്നെ അറിയില്ലായിരുന്നു. നിൻ്റെ തന്നെ അച്ഛനും അമ്മയും പറയുമ്പോൾ വിശ്വസിച്ചു പോയി ഞാൻ. പക്ഷേ എന്നിട്ടും അവരോടൊക്കെ ക്ഷമിച്ചില്ലേ? പിന്നെ എന്നോട് മാത്രം എന്താ? എനിക്ക് പറയാനുള്ളത് പോലും കേൾക്കാൻ നിന്നു തരാതെ എന്നെ മാത്രം എന്താ നീ ഒറ്റപ്പെടുത്തുന്നത്? ദയനീയമായി അപ്പോട്ടൻ മുന്നിൽ നിന്ന് പറഞ്ഞപ്പോൾ പറയാൻ എനിക്കൊരു മറുപടിയില്ലായിരുന്നു. ന്യായമായ ചോദ്യമാണ്. എനിക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയും എന്നെ വിശ്വസിക്കാതിരിക്കുമ്പോൾ അപ്പോട്ടൻ വിശ്വസിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ എന്ത് ന്യായം? ഉത്തരമില്ലാതെ ഞാൻ മുന്നിൽ നിൽക്കുന്നത് കണ്ടിട്ടാവണോ അപ്പോട്ടൻ വീണ്ടും തുടർന്നു. പാറു, എങ്ങനെ പ്രതികരിക്കണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആകെ സങ്കടമായിരുന്നു. ഒരിക്കലും എനിക്ക് നിന്നോട് ദേഷ്യമോ വെറുപ്പോ തോന്നിയിട്ടില്ല. സങ്കടമായിരുന്നു. പക്ഷേ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി. നിന്നോടൊരു വാക്കുപോലും ചോദിക്കാതിരുന്നതോർത്ത് ഞാൻ എന്നെ തന്നെ ശപിച്ചിട്ടുണ്ട്. അന്നു മുതൽ നിന്നോടൊന്ന് സംസാരിക്കാൻ എനിക്ക് സമാധാനമില്ലായിരുന്നു. പലപ്പോഴും മുന്നിൽ വന്ന് നിൽക്കാനുള്ള ധൈര്യം കിട്ടിയില്ല. അപ്പോട്ടൻ ഓരോന്ന് പറയുമ്പോഴും ഉത്തരം നൽകാനാവാതെ കഴിഞ്ഞുപോയ ഓരോ കാര്യങ്ങളിലും മനസ്സ് കുടുങ്ങിക്കിടന്നു. വിവാഹം നടക്കാൻ ഇടയായ സാഹചര്യം, അന്നത്തെ മാനസികാവസ്ഥ ഒക്കെയും മനസ്സിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. പക്ഷേ അപ്പോട്ടൻ സംസാരിച്ചു കൊണ്ടിരിക്കെ പണ്ടത്തേതുപോലെ എൻ്റെ കൈ കവർന്നു. ഞെട്ടലോടെ ഞാൻ തലയുയർത്തി നോക്കി. കണ്ണുകളിൽ ദയനീയതയും പ്രണയവും കലർന്നിരുന്നു. പെട്ടെന്ന് ഞാൻ എൻ്റെ കൈ വലിച്ചെടുത്തു. കണ്ണുകളടച്ച് ഞാനൊന്ന് ദീർഘനിശ്വാസം എടുത്തു. അപ്പോട്ടാ, കഴിഞ്ഞത് കഴിഞ്ഞു. ഞാനെല്ലാം മറക്കാനാണ് ശ്രമിക്കുന്നത്. അന്നത്തെ ദിവസം, സാഹചര്യം എല്ലാം അമ്മയുടെ ആരോഗ്യത്തെ മാനിച്ചുകൊണ്ട് മാത്രമാണ് ഈ വീട്ടിലോട്ട് പോലും വന്നത്. കഴിഞ്ഞത് കഴിഞ്ഞു. എന്നെ എൻ്റെ വഴിക്ക് വിടൂ പ്ലീസ്. കൈകൂപ്പി നിറകണ്ണുകളോടെയാണ് ഞാൻ പറഞ്ഞു തീർത്തത്. പാറു, ഞാൻ വീണ്ടും എന്തോ പറയാനുമെന്ന് അപ്പോട്ടന് വീണ്ടും ഒരവസരം കൊടുക്കാതെ ധൃതിയിൽ മറികടന്ന് ഞാൻ പോയി. മുറിയിൽ കയറി കതകടച്ചു. കരയാൻ പോലും ശക്തി നഷ്ടപ്പെട്ടതുപോലെ. എല്ലാവർക്കും പഴയ പാറുവിനെയാണ് തിരികെ വേണ്ടത്. എങ്ങനെ കൊടുക്കും? പഴയ പാറു മൃതിയടഞ്ഞില്ലേ? കൊന്നുകളഞ്ഞില്ലേ പഴയ പാറുവിനെ? മറന്നെന്ന് കരുതിയ ഓർമ്മകൾ വല്ലാതെ തികട്ടി വരുന്നതുപോലെ. അന്ന് അനുഭവിച്ച വേദന, അപമാനം, പരിഹാസം ഇന്നും സത്യം മനസ്സിലാക്കിയില്ലാത്ത പലരിലും അവജ്ഞയാണ്. എന്നിട്ടിപ്പോൾ എല്ലാവർക്കും പാറുവിനെ വേണമത്രേ. പുച്ഛം തോന്നി. ടീച്ചറമ്മയാണ് ഏക ആശ്വാസം. ആ തോളിൽ മാത്രമേ എൻ്റെ വേദനകൾക്ക് മരുന്നാകാൻ കഴിയൂ. നാളെ തന്നെ തിരികെ പോകണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. നാളെ കോളേജിൽ നിന്നും നേരെ പോകണം എന്നാണ് ചിന്തിച്ചത്. പക്ഷേ നിരാശയെന്ന് പറയട്ടെ, കോളേജ് അവധിയായിരുന്നു. അവിടുത്തെ പ്രശ്നങ്ങളിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. കേസായിട്ടുണ്ട്. വല്ലാതെ വിഷമം തോന്നി. ഇനി ഒരു ദിവസം പോലും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെ. കണ്ണ് നിറഞ്ഞു തുടങ്ങിയ വേളയിലാണ് ഫോൺ ശബ്ദിച്ചത്. ടീച്ചറമ്മയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആശ്വാസം എനിക്ക് തോന്നി. ശബ്ദത്തിൻ്റെ പതർച്ച മറച്ചുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു. വിശേഷങ്ങളൊക്കെ ചോദിച്ചു ടീച്ചറമ്മ. അമ്മയുടെ വിവരങ്ങളും ചോദിച്ചു. അമ്മയ്ക്ക് സുഖമായെന്ന് പറഞ്ഞു. എപ്പോഴാ തിരികെ വരുന്നേ എന്ന് അമ്മ ചോദിച്ചപ്പോൾ ഓടി അടുത്തേക്ക് ചെല്ലാൻ മനസ്സ് വെമ്പി. ഉടനെ വരാമെന്ന് മാത്രം പറഞ്ഞു. അമ്മയോടൊപ്പം അനുഭവം ഉണ്ടായിരുന്നു സംസാരിക്കാൻ ഫോണിൽ. സ്പീക്കറിലാണെന്ന് തോന്നുന്നു ഫോൺ. ആദിയേട്ടൻ്റെ ശബ്ദം കേൾക്കാൻ ഉള്ളം തുടിച്ചു. ആദിയേട്ടൻ അവിടെ ഇല്ല എന്ന് ചോദിക്കണമെന്ന് തോന്നി. ചോദിക്കാനുള്ള മടി കാരണം ചോദിച്ചില്ല. എന്തൊക്കെയോ വിശേഷങ്ങൾ പങ്കുവെച്ച് കുറേ നേരം ഇരുന്നു. ടീച്ചറമ്മയോട് സംസാരിച്ചത് മനസ്സ് വല്ലാതെ ശാന്തമായതുപോലെ തോന്നി. അതുവരെ ഉണ്ടായിരുന്ന മൂടിക്കെട്ടിയ പോലുള്ള അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നതുപോലെ. രാവിലെ ആയതും അപ്പോട്ടൻ മിണ്ടാൻ വരുമോ എന്നത് തന്നെയായിരുന്നു അസ്വസ്ഥമാക്കിയത്. പക്ഷേ ജോലി ആവശ്യത്തിന് എവിടെയോ രാവിലെ തന്നെ പോകേണ്ടി വന്നുവെന്ന് മാമൻ രാവിലെ വന്നപ്പോൾ പറയുന്നത് കേട്ടു. ആശ്വാസം തോന്നി. അപ്പോഴും ഇന്നൊരു ദിവസം കൂടെ ഇവിടെ തുടരുന്നതിനെക്കുറിച്ച് ഒരു വിഷമം തോന്നി.
അമ്മയും അച്ഛനും സ്നേഹത്തോടെ മിണ്ടാൻ വരുമ്പോഴും മറ്റും സന്തോഷമല്ല, മറിച്ച് അസ്വസ്ഥതയാണ്. ആഗ്രഹിച്ച സമയത്ത് ലഭിക്കാത്ത ചേർത്ത് പിടിക്കലും കരുതലും പിന്നീട് നൽകുന്നതിൽ എന്തർത്ഥം? എല്ലാം മറക്കുന്നത് വരെ ക്ഷമയും ആത്മാർത്ഥതയും അന്യമാണെന്ന് തോന്നുന്നു. വീട്ടുമുറ്റത്ത് കാർ വന്നു നിന്ന ശബ്ദം കേട്ടാണ് പുറത്തേക്കിറങ്ങി നോക്കിയത്. ഉള്ളിൽ തോന്നിയ സന്തോഷം നിയന്ത്രിക്കാനാണ് ആ സമയത്ത് ബുദ്ധിമുട്ടിയത്. ആദിയേട്ടൻ കാറിൽ നിന്നിറങ്ങിയത് എന്നോട് പുഞ്ചിരിച്ചു. മനോഹരമായി നിറഞ്ഞ ചിരി ഞാനും നൽകി. ലീവല്ലേ ഇന്ന്, ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി. കയറിയ പാടെ ആദിയേട്ടൻ പറഞ്ഞു. ഞാൻ അകത്തേക്ക് ക്ഷണിച്ചു. അമ്മമ്മ ഇരിപ്പുണ്ടായിരുന്നു അകത്ത്. അമ്മമ്മയോട് ആദിയേട്ടൻ സംസാരിച്ചിരുന്ന നേരത്ത് ഞാൻ അകത്ത് പോയി കുടിക്കാൻ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടുവന്നു. തിരികെ വരുമ്പോൾ അമ്മയും ഉണ്ടായിരുന്നു ആദിയേട്ടനോട് സംസാരിക്കാൻ. കുറച്ചു നേരം സംസാരിച്ച് അമ്മയുടെ വിവരങ്ങളൊക്കെ തിരക്കി ആൾ പോകാനിറങ്ങി. അമ്മ ഊണ് കഴിക്കാൻ വിളിച്ചപ്പോഴും വിനയത്തോടെ നിരസിച്ചു. പോകാൻ ഇറങ്ങിയപ്പോഴാണ് ആദിയേട്ടൻ്റെ കൂടെ പോയാലോ എന്ന് ഓർത്തത്. പിന്നെ ആളോട് ചോദിക്കാൻ എന്തോ ഒരു മടിയും. പോകാൻ വേണ്ടി ആൾ പുറത്തേക്കിറങ്ങിയതും ഞാൻ കൂടെ ഇറങ്ങി. ചോദിച്ചാലോ, കൂടെ വരട്ടെ എന്ന് മനസ്സിൽ ഞാനങ്ങനെ ചിന്തിച്ചു. താൻ കൂടെ വരുന്നോ? ഒട്ടും പ്രതീക്ഷിക്കാതെ ആൾ ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഞാനൊന്ന് ഞെട്ടി മുഖത്തേക്ക് നോക്കി. അവിടെയാണെങ്കിൽ തെളിഞ്ഞു കാണുന്നത് ചമ്മലാണ്. അല്ല, അത് അമ്മയ്ക്ക് ഭേദമായ സ്ഥിതിക്ക് തൻ്റെ ഇഷ്ടം ചോദിച്ചെന്നേ ഉള്ളൂ. അവിടെ അമ്മയ്ക്ക് തന്നെ കാണാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. ആളിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ എൻ്റെ സന്തോഷത്തെ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ആദിയേട്ടൻ്റെ കൂടെ കാറിലിരിക്കുമ്പോഴും പരസ്പരം ഒന്നും സംസാരിച്ചില്ല ഞങ്ങൾ. വീടെത്തിയതും ശ്വാസം തിരിച്ചു കിട്ടിയതുപോലെ. കൂടെ ഉണ്ടായിരുന്ന ആദിയേട്ടനെ പോലും കാത്തു നിൽക്കാതെ ഞാൻ അകത്തേക്ക് ചെന്നു. വണ്ടിയുടെ ശബ്ദം കേട്ട് ടീച്ചറമ്മ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എന്നെ അവിടെ പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നി. പെട്ടെന്ന് കണ്ടപ്പോൾ ആളൊന്ന് ഞെട്ടി. പിന്നെ വേഗം വന്ന് എന്നെ പുണർന്നു. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. കള്ളി, ഇന്നലെ ചോദിച്ചപ്പോൾ കൂടെ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. എന്തോ ഒഴിഞ്ഞ പോലെ ആയിരുന്നു ഇവിടെ ഇത്രയും ദിവസം. ടീച്ചറമ്മ സന്തോഷത്തോടെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അവയൊക്കെ ചിരിയോടെ കേട്ടിരുന്നു. ഇടയിൽ കണ്ണുകൊണ്ട് ആദിയേട്ടനെ ഒന്ന് തിരഞ്ഞു. പക്ഷേ ആൾ മുകളിൽ മുറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നോട്ടം ചെന്ന് നിന്നത് അനുവിൻ്റെ മുഖത്താണ്. മുഖത്തൊരു ആക്കിച്ചിരിയുണ്ട് അവൾക്ക്. എന്താണെന്ന് പുരികമുയർത്തി ചോദിച്ചപ്പോഴും ഒന്നുമില്ലെന്ന് ചുമൽ കുലുക്കി കാണിച്ചു. പതിവ് പോലെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം വയറു നിറയെ ഭക്ഷണം കഴിച്ചതുപോലെ. രാത്രി അമ്മയോടും അനുവിനോടും കത്തിവെച്ചിരുന്നു. പതിവിലും വൈകിയാണ് ഉറങ്ങാൻ ചെന്നത്. അപ്പോഴേക്കും പതിവ് പോലെ ഒരു വശത്തേക്ക് നീങ്ങി തലവഴി മൂടി ആദിയേട്ടൻ കിടപ്പുണ്ടായിരുന്നു. ഓ, ഇവിടെ പകർച്ചവ്യാധി ഇനിയും മാറിയില്ലേ? അറിയാതെ ഞാൻ ആത്മകഥം ചെയ്തു പോയി ആളുടെ കിടപ്പ് കണ്ടിട്ട്. പിറ്റേന്നുകൂടെ കോളേജ് അവധിയായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആദിയേട്ടൻ്റെ കൂടെ എപ്പോഴത്തെയും പോലെ കോളേജിൽ പോയി. കുട്ടികളോട് അപമര്യാദയായി പെരുമാറിയ 3 പ്രൊഫസർമാരെയും സസ്പെൻഡ് ചെയ്തതെന്ന് കേട്ടു. തുടർ നടപടികൾ വഴിയേ ഉണ്ടാകുമെന്നും കേട്ടു. ആദിയേട്ടൻ അന്ന് തിരക്കിലായിരുന്നു. അതുകൊണ്ട് വേഗം കാർ പാർക്ക് ചെയ്ത പാടെ ആൾ പോയിരുന്നു. വൈകിട്ട് പതിവ് പോലെ കാറിനടുത്തേക്ക് ഞാനും അനുവും ഒരുമിച്ച് നടന്നു. കാറും ചാരി ആദിയേട്ടനെയും കാത്തു നിൽക്കുമ്പോഴാണ് ദൂരെ നിന്ന് ആദിയേട്ടനും അഞ്ജലി മിസ്സും നടന്നു വരുന്നത് കണ്ടത്. അഞ്ജലി മിസ്സിനെ കണ്ടതും എൻ്റെ മുഖഭാവം മാറി. മിസ്സിന് ബസ് സ്റ്റോപ്പിലേക്കാണ് പോകേണ്ടത്. അങ്ങോട്ട് പോകാൻ ഗേറ്റിനടുത്ത് നിന്നാണ് പിന്നെ സംസാരം. ആഹാ, ഇന്നും ഉണ്ടല്ലോ അഞ്ജലി മിസ്. അനുവാണ്. എരിഞ്ഞു കയറിയതാണ്. അനീതിയായി പോയി. ഇല്ലൽ കാണായിരുന്നു. എൻ്റെ കണ്ണുകൾ അസൂയയോടെ അഞ്ജലി മിസ്സിൽ തന്നെയായിരുന്നു. എന്നാലും റോഡിൽ വെച്ച് ഇങ്ങനെയാണ് സംസാരമെങ്കിൽ സ്റ്റാഫ് റൂമിൽ എന്താവും? ഒന്ന് അടക്കി ചിരിച്ചുകൊണ്ട് അവൾ വീണ്ടും പറഞ്ഞു. എൻ്റെ മുഖഭാവം നിരീക്ഷിക്കാൻ വേണ്ടിയാണ് അവളത് പറഞ്ഞതെന്ന് ആ സമയത്ത് എനിക്ക് മനസ്സിലായതുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ദേഷ്യം കൂടുകയാണ് ചെയ്തത്. നിൻ്റെ ചേട്ടനെന്താ പൊട്ടനാണോ? അടുത്ത് നിന്ന് ഒരുത്തി പൂത്തുലയുന്നത് കണ്ടിട്ടും ഒന്നും അറിയാതെ നിന്നുകൊടുക്കുന്നത് കണ്ടില്ലേ? ദേഷ്യത്തോടെ പല്ലമർത്തിക്കൊണ്ടാണ് പറഞ്ഞത്. ഇത് കേട്ടതും അവളൊന്ന് ആക്കിക്കൊണ്ട് ചിരിച്ചു. അപ്പോഴാണ് പറഞ്ഞതിലുള്ള അമളി മനസ്സിലായത്. അബദ്ധം പിണഞ്ഞതുപോലെ ഞാനൊന്ന് നാവ് കടിച്ചു. അവളുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ ചമ്മൽ തോന്നി. പതുക്കെ താളത്തിൽ അവളെൻ്റെ തോളിലൊന്ന് തട്ടി. മുഖത്തേക്ക് നോക്കിയൊന്ന് തലയാട്ടി ചിരിച്ചു. എന്താണ്? മഞ്ഞുമല ഉരുകുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. ഉണ്ടോ ചേച്ചി? കള്ളച്ചിരി ചിരിച്ചു ആക്കിക്കൊണ്ട് അവൾ ചോദിച്ചപ്പോൾ കള്ളപരിഭവം കാട്ടി ഞാൻ അവളെ കൂർപ്പിച്ചു നോക്കി. വീണ്ടും എന്തോ അവൾ പറയാൻ തുനിഞ്ഞതും ആദിയേട്ടൻ നടന്നു വന്ന് അടുത്തോട്ടെത്തിയിരുന്നു. ഒന്ന് പുഞ്ചിരിച്ച് ഡോർ തുറന്നു തന്നു. ലോക്ക് മാറ്റിയ ഉടനെ ഞാൻ അവളെയും വലിച്ച് അകത്തേക്ക് ഇരുന്നു. കാറിനകത്ത് പലതവണ അവളെന്നെ നോക്കി ആക്കി ചിരിച്ചു. ആദിയേട്ടൻ കാണുമോ മനസ്സിലാക്കുമോ എന്ന പരിഭ്രമമായിരുന്നു യാത്രയിലുടനീളം എനിക്ക്.
ആദ്യേട്ടൻ ഇടയ്ക്കിടെ ഫ്രണ്ട് മിററിൽ കൂടി നോക്കുന്നുണ്ടായിരുന്നു. അനുവിൻ്റെ ആക്കിച്ചിരി കണ്ടിട്ടാവണം. എന്തെങ്കിലും അവളോട് ചോദിക്കുമോ എന്നായി പിന്നെ ടെൻഷൻ. ഭാഗ്യത്തിന് പ്രതീക്ഷിച്ചതുപോലെയുള്ള ചോദ്യമൊന്നും വന്നില്ല. വീട്ടിലെത്തിയിട്ടും അനു ആരും കാണാതെ എന്നെ നോക്കി തലയാട്ടിച്ചിരിക്കും. ഞാൻ നിന്ന് വിയർക്കും, പ്രത്യേകിച്ച് ആദ്യേട്ടനെ കാണുമ്പോൾ. അതുകൊണ്ട് ആദ്യേട്ടനെ കാണുമ്പോൾ ഉള്ളിലോട്ട് വലിയാറാ പതിവ്. എന്താടി നിനക്കിത്ര ചിരി? അവളുടെ ചിരി സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ ഞാൻ അവളുടെ ചെവിക്ക് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മ അകത്തായിരുന്നു. എനിക്കോ? ഏയ്, ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. അവൾ മറുപടി പറഞ്ഞതും അതേ ചിരിയോടെയാണ്. മുഖം ചുളുക്കി ഞാൻ അവളെ നോക്കി. പരിഭവം നടിച്ച് ഞാൻ തിരിഞ്ഞു നിന്നു. അടുത്ത നിമിഷം അവൾ അടുത്തോട്ട് വന്ന് ഒരു കൈയെടുത്ത് എൻ്റെ തോളിൽ ചുറ്റി. അല്ല, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ ചേച്ചി? താടി പിടിച്ച് കൊഞ്ചലോടെ അവൾ ചോദിച്ചു. പിന്നെ എങ്ങനെ നടക്കണം? മുഖം കൊട്ടിക്കൊണ്ട് മറുചോദ്യം ചോദിച്ചു. അല്ല, പ്രമോഷനൊക്കെ വേണ്ടേ? പ്രമോഷനോ? നെറ്റി ചുളിച്ച് ഞാൻ അവളോട് ചോദിച്ചു. ഇങ്ങനെ ചേച്ചി മാത്രമായിട്ട് നടന്നാൽ മതിയോ? ഏട്ടത്തിയമ്മയൊക്കെ ആവണ്ടേ? താളത്തിൽ കവിളിൽ നുള്ളിക്കൊണ്ടാണ് ചോദ്യം. എന്തു മറുപടി പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്താ ഒരു ഗൂഢാലോചന? ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആദ്യേട്ടനാണ്. ഞാനൊന്ന് ഞെട്ടി. വല്ലതും കേട്ട് കാണുമോ? എവിടെയോ പോകാൻ വേണ്ടി ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങിയതാണ് ആദ്യേട്ടൻ. ഷർട്ടിൻ്റെ കൈ മടക്കിക്കൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. ആദ്യേട്ടൻ്റെ ചോദ്യം കേട്ടതും അനു ഇടം കണ്ണിട്ട് എൻ്റെ നേരെ നോക്കി. ഇനി ഇവള് വല്ലതും പറയുമോ എന്നായി എൻ്റെ ടെൻഷൻ. ഒന്നുമില്ല ഏട്ടാ, അവളൊന്ന് താളത്തിൽ നീട്ടി പറഞ്ഞു. അത് വെറുതെ. എന്തോ ഉടായ്പ മണക്കുന്നുണ്ടല്ലോ. എളിക്ക് കൈകൊത്തി അനുവിനോട് ആദ്യേട്ടൻ വീണ്ടും ചോദിച്ചു. ഞങ്ങൾ വെറുതെ നിലാവത്ത് അഴിച്ചുവിട്ട ഒരു കോഴിയുടെ കഥ പറയുകയായിരുന്നു. എങ്ങും തൊടാതെ അവളങ്ങനെ പറഞ്ഞപ്പോൾ എന്താ സംഭവമെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ആദ്യേട്ടൻ്റെ മുഖം ആകെ വിളറി നിൽപ്പുണ്ട്. വിളറിയ മുഖത്തോടെ ആളെന്നെ നോക്കി. ഞാനാണെങ്കിൽ എന്താ സംഭവമെന്ന് മനസ്സിലാവാതെ അനുവിനെ നോക്കി. ആദ്യേട്ടൻ ഒന്നും പറയാതെ അനുവിൻ്റെ തലക്കിട്ടൊരു കൊട്ടുകൊടുത്ത് പെട്ടെന്ന് ബൈക്കെടുത്ത് പോയി. ഇതെന്താ ഈ നിലാവത്തഴിച്ചു വിട്ട കോഴിയുടെ കഥ? ആദ്യേട്ടൻ പോയത് ഞാൻ അനുവിനോട് ചോദിച്ചു. അത് തൽക്കാലം എൻ്റെ ഏട്ടത്തിയമ്മ അറിയണ്ട കേട്ടോ. ഒരു താളത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ കവിളിലൊന്ന് പിച്ചിട്ട് അവൾ അകത്തേക്ക് ഓടി. ഒരു 2 നിമിഷം കൂടി അതും ആലോചിച്ച് ഞാൻ നിന്നു. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഞാനത് വിട്ടുകളഞ്ഞു. കുറച്ച് ദിവസം വലിയ മാറ്റമൊന്നുമില്ലാതെ തന്നെ പോയി. വീട്ടിൽ അമ്മയുടെ വിശേഷങ്ങൾ ഇടയ്ക്ക് ഫോൺ ചെയ്ത് ചോദിക്കും, അത്ര തന്നെ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നോർമലായി അമ്മയ്ക്ക്. ഇടയ്ക്കൊരിക്കൽ വിളിച്ചപ്പോൾ അമ്മമ്മയുടെ 70ാം പിറന്നാൾ ചെറിയ രീതിയിൽ ആഘോഷിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം അമ്മമ്മ നേരിട്ട് വിളിച്ചു. ശനിയാഴ്ചയാണ് അമ്മമ്മയുടെ പിറന്നാൾ. എന്നോടും ആദ്യേട്ടനോടും പറയാൻ വിളിച്ചതാണ്. ഞങ്ങളെ 2 പേരെയും ക്ഷണിച്ചു. അമ്മമ്മയ്ക്ക് താല്പര്യമില്ല, മാമൻ്റെ താല്പര്യത്തിന് ആഘോഷിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. തറവാട്ടിൽ വെച്ച് തന്നെയാണ് ആഘോഷം, മാമൻ്റെ അടുത്ത്. അങ്ങോട്ടാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്കത്ര താല്പര്യമില്ലായിരുന്നു. പിന്നെ അമ്മമ്മയുടെ കാര്യം ആയതുകൊണ്ട് തന്നെ മറുത്ത് പറയാൻ തോന്നിയില്ല. ശനിയാഴ്ച ഏകദേശം 11 മണിയോടെ ഞങ്ങൾ ഇറങ്ങി. പോകുന്ന വഴിക്ക് ടൗണിൽ നിന്ന് അമ്മമ്മയ്ക്കൊരു സെറ്റ് മുണ്ടും എടുത്തു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി. ആദ്യേട്ടൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് വഴിയൊക്കെ ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു. കാറിൽ നിന്ന് ഇറങ്ങിയതും മുറ്റത്ത് തന്നെ അപ്പൂട്ടനുണ്ടായിരുന്നു. എന്നെ കണ്ടതും അപ്പൂട്ടൻ്റെ മുഖം തെളിയുന്നത് ശ്രദ്ധിച്ചു. ആദ്യേട്ടനെ കൂടി കണ്ടപ്പോൾ മുഖം ചുളിയുന്നതും.